ധർമ്മസങ്കരം. കാർമുകിലിൻ കരാളനയനം പെയ്യും തമസാണ് ഭൂലോകത്തേരകയുദ്ധമുഗ്രപടഹം താക്കും മുഴക്കങ്ങളും ഏകാന്തത്തിലൊരൽപ്പമാത്ര മരണത്തോടുന്മുഖം നിൽക്കെ നിന്നേരേ നിൽപ്പു ജയദ്രഥൻ രുധിരസംപൃക്തൻ ചലന്മാനസൻ. എന്തിന്നറിവീല എത്രയകലേ നിന്നുമിങ്ങേതുമുൾക്കൊള്ളാനാവതുമില്ല. ഇന്നു നിഴലോ നേരോ തിരിഞ്ഞീലതു എന്നാൽ ധൂമിലരൂപമൊന്നു നിലവിൽ കാണുന്ന പോൽ കൺകളിൽ തങ്ങുന്നിന്നു ജയദ്രഥൻ. മിഴിതുറക്കാൻ വയ്യടയ്ക്കാനുമേ. ആരായിരുന്നു ജയദ്രഥൻ? പോരിന്റെ വീറേറ്റ് സൂര്യനെ പോലുജ്വലിച്ചവൻ. നന്ദിഘോഷത്തെ തകർക്കാൻ കുതിച്ചിടും സ്യന്ദനത്താൽ കുരുക്ഷേത്രം നടുക്കിയോ. ഗാന്ധാര പാഞ്ചാല ചേതിദേശാർണങ്ങൾ ഓരോന്നിനും കൊടിക്കൂറ കാത്തുള്ളവൻ. ആജാനുബാഹു ജയദ്രഥൻ കൺമുന്നിലാകുലനായി തളർന്നേ വന്നു നിൽക്കയായി. കാണരുതേ ഇനിമേലെന്നു പ്രാർത്ഥിച്ച രൂപമോരോന്നുമിങ്ങെന്തെത്തി നിൽക്കുവാൻ. ഒക്കെയും തോന്നലാം മൃത്യുവിൻ മുന്നമായെത്തുന്ന സംഭ്രാന്തി തന്നെയാം നേരുമാ. നിശബ്ദനായി തന്നെ നിൽക്കുന്നുവെങ്കിലും ശബ്ദായമാനമാണാ മൗനമിപ്പോഴും. കണ്ണുകളടച്ചു താൻ നിൽക്കുന്നുവെങ്കിലും കത്തുന്ന കാഴ്ചയാണ് നെഞ്ചിലിപ്പോഴും. ഇമ്മട്ടു ചിന്തിച്ചു ചിന്തിച്ചു മാധവൻ ഉള്ളിലെങ്ങോ പോയൊളിക്കാൻ ശ്രമിക്കയായി. ഉള്ളിലേക്കുള്ളിലേക്കാഴുമ്പോഴും വെളിച്ചത്തിന്റെ തീപ്പൊള്ളലേൽക്കുന്നിതുള്ളിലായി. ഉള്ളിലേക്കുള്ളിലേക്കാഴുമ്പോഴും വെളിച്ചത്തിന്റെ തീപ്പൊള്ളലേൽക്കുന്നിതുള്ളിലായി. ഇല്ലൊന്നുമൊന്നും പറയുവാൻ നിത്യനിശൂന്യതയെങ്കൽ ലയിക്കിലാശ്വാസമായി. ഇല്ലൊന്നുമൊന്നുമേ കാണാൻ ഇരുട്ടിന്റെ കമ്പളം നീർന്നു വീണെങ്കിൽ വിശ്രാന്തിയായി. കാലം കനിഞ്ഞു തരുന്ന നിമിഷങ്ങൾ ഓരോന്നുമോർത്താൽ ദുരന്തയുഗങ്ങളാം. ആയതിൻ ദൈർഘ്യം കുറയ്ക്കാനെളുതല്ല, സാധ്യമായുസ്സു സ്വയം കുറയ്ക്കുന്നതാ. എന്നാൽ അതിനൊന്നു നോക്കിയാൽ ആയതുമെന്നു ഫലിക്കുമെന്നില്ലുറപ്പേതുമേ. അമ്പേൽക്കിലപ്പോൾ മരിക്കാം, അതല്ലാതെ അൻപറ്റു ജീവിതം നീളാമിതേ വിധം. എത്ര കാലം
ശരകൂടമധ്യത്തിലാ മൃത്യുമുഹൂർത്തമണയുന്നതിന്നു കാത്തന്നു കിടന്നു പിതാമഹൻ ശോണിതസ്നാതനായി യാതന തൻ പരകോടിയിൽ. അന്നുത്തരായണമാകുവാൻ കാത്തതാണെന്നേ പറഞ്ഞു പലരും. ആർക്കാകുമീ മൃത്യുവെ അല്പനേരത്തേക്കകറ്റുവാൻ, അല്ലെങ്കിലൊന്നു വിളിച്ചടുപ്പിക്കുവാൻ. ആഗ്രഹമേറെയുണ്ടജ്ഞേയമാമതിൻ ആലത്തിക പ്രഭാവൃത്തത്തിലെത്തുവാനിന്നെനിക്കെന്നാൽ അറിയുന്നതുണ്ടു ഞാനിൽ അവകാശം മൃതിക്കുമേൽ വാഴ്വിനും. ആഗ്രഹമേറെയുണ്ടജ്ഞേയമാമതിൻ ആലത്തിക പ്രഭാവൃത്തത്തിലെത്തുവാനിന്നെനിക്ക് എന്നാൽ അറിയുന്നതുണ്ടു ഞാനിൽ അവകാശം മൃതിക്കുമേൽ വാഴ്വിനും. പിന്നാലെ പാഞ്ഞു ചെന്നാകിലപ്പോൾ തെന്നിയെങ്ങോ പറന്നു പോവുന്ന പൂത്തുമ്പിയും പിന്നാലെ നാമില്ല എന്നു വന്നാകിലോ പിൻവാങ്ങി നമ്മിലിരുന്നു വന്നിടാം. ഇങ്ങനെ ഓരോന്നു ചിന്തിച്ചു മാധവൻ ചൊല്ലി ജയദ്രഥനോട്, മറക്കാവതല്ല നിന്നോട് ഞാൻ ചെയ്തതെന്നാകിലും എന്തെന്റെ മുന്നിൽ വന്നിന്നു നിന്നിടുവാൻ. ഇങ്ങനെ ഓരോന്നു ചിന്തിച്ചു മാധവൻ ചൊല്ലി ജയദ്രഥനോട്, മറക്കാവതല്ല നിന്നോട് ഞാൻ ചെയ്തതെന്നാകിലും എന്തെന്റെ മുന്നിൽ വന്നിന്നു നിന്നിടുവാൻ. യുദ്ധത്തിലത്തമയത്തിനു മുന്നമേ നിന്നെ വധിക്കുവാനാവാതെ അർജുനൻ നന്നേ വിയർത്തു നിന്നൊരു നേരം യുദ്ധധർമ്മത്തെ വിട്ട് തന്ത്രത്തെ തിരഞ്ഞു ഞാൻ. നീതിശാസ്ത്രങ്ങൾ പൊറുക്കാത്ത തെറ്റാണ് പോർമുഖത്തന്ന് തേരാളിയായി നിന്ന ഞാനെല്ലാം മറന്നങ്ങ് ചെയ്തത്. നിൻ ജീവനൊന്നു പൊലിഞ്ഞതതിൻ ഫലം തന്നെയാ. വാക്കു പാലിക്കുവാനാവാതെ അർജുനൻ പാടെ തളർന്ന് വിളർത്ത നേരം സൂര്യബിംബത്തെ ഒട്ടുമറച്ചേൻ സുദർശന ചക്രത്തിനാൽ സന്ധ്യയെന്നു തോന്നിക്കുവാൻ. അന്തിയായെന്നു നിലച്ചാശ്വസിച്ചു നീ അല്പം ശിരസ്സൊന്നുയർത്തി സുദർശന ചക്രം പൊടുന്നനെ മാറ്റി ഞാൻ. വെട്ടവും അസ്ത്രവും നിന്നിൽ തറച്ചു മരിച്ചു നീ. അസ്തമിക്കുന്നതിന് മുന്നമായി നിൻ ജീവനന്നു കെടുത്താൻ കഴിയാതെ പോവുകിൽ അഗ്നികുണ്ഡത്തിൽ മരിക്കുമെന്നർജുനൻ സത്യപ്രതിജ്ഞ ചെയ്തെന്നതു സത്യമാ. എങ്കിലും അപ്പോലെ സത്യമാണോർക്കുകിൽ അഗ്നിയിൽ നിന്നും അവനെ ജീവന്റെ പച്ചപ്പിലേക്കു മടക്കാൻ എനിക്കു വാമൃത്യുഞ്ജയത്വമധീനമെന്നുള്ളതും വാമൃത്യുഞ്ജയത്വമധീനമെന്നുള്ളതും. ഒന്നല്ല 9 കുഞ്ഞുങ്ങളും
മരിച്ചെന്ന ദുഃഖത്തിൽ പിടഞ്ഞോരു വിപ്രന് പിന്നെ പിറക്കുന്നൊരുണ്ണിയെ രക്ഷിക്കുമെന്നു പ്രതിജ്ഞ ചെയ്തു മുന്നമർജുനൻ. ഒപ്പം പ്രതിജ്ഞ ചെയ്തില്ലയോ രക്ഷിക്ക തന്നാൽ അസാധ്യമായി വന്നാകിൽ അപ്പോഴേ അഗ്നിയിൽ ചാടി മരിക്കുമെന്നാ വാക്കിൽ നിന്നും തിരിച്ചു ഞാൻ കൊണ്ടുവന്നില്ലയോ. സംഗ്രാമഭൂവിൽ പരാമുഖനായി തന്നെ നിന്നതാണർജുനൻ. എങ്കിലും വാക്കിന്റെ തീർത്ഥം തളിച്ചുണർത്തി കൊടുങ്കാറ്റിന്റെ വേഗവും വീറും അവനിലാളിച്ചു ഞാൻ. അന്നതു സാധിച്ച വാക്കിന്നു സാധിക്ക വയ്യാതെയാവില്ല അവനെ രക്ഷിക്കുവാൻ. എങ്കിലും ആ വഴി വിട്ടു ജയദ്രഥ നിന്നെ ഒടുക്കുവാനല്ലി കൽപ്പിച്ചു ഞാൻ. ഉള്ളാലുറച്ചു ഞാൻ ചെയ്തൊരു തെറ്റിനോടിന്ന് ക്ഷമിക്കാൻ അപേക്ഷിക്കയല്ല നിൻ മുന്നിലാ തെറ്റേറ്റു ചൊൽകയാണ് ആത്മാവിലെന്നും അടങ്ങാത്ത വിങ്ങൽ മുങ്ങി ഞാൻ. പിന്തിരിഞ്ഞേ പോകുവോനെ ശരണാർത്ഥിയെന്ന് ചാരേ വന്നപേക്ഷിക്കുവോനെയും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന വേളയിൽ ശ്രദ്ധ തെറ്റിപ്പോയ മാറ്റലർ തന്നെയും കൊല്ലരുതെന്നതേ യുദ്ധധർമ്മം. ധർമ്മചര്യ തന്നേരു പാലിച്ചതേയില്ല ഞാൻ. അർജുനൻ തൻ ജീവരക്ഷണത്തിനു ഞാൻ അന്ന് ചതിച്ചൊടുക്കി നിന്റെ ജീവനെ. തീയിൽ ദയിക്കാത്ത നീരിൽ ലയിക്കാത്ത വായുവിനേതുമുണക്കുവാനാവാത്ത ശസ്ത്രത്തിനും മുറിവേറ്റുവാനാവാത്ത ജീവൻ അതിനും തരാതര ഭേദമോ. വാക്കിനെ പാടെ തിരുത്തുന്നതായി വന്നു നീക്കുപോക്കില്ലാത്തതാം കർമ്മബന്ധനം. പാർത്ഥാത്മജന്റെ ശിരസിൽ ചവിട്ടിനി ആകയാൽ ധർമ്മനിരപേക്ഷമായി തന്നെ നിന്നെ ഒടുക്കിടാമെന്നു ചിന്തിച്ചു ഞാൻ. അന്നത് ധർമ്മമെന്നേ നിർവചിച്ചു ഞാൻ. എന്നാൽ മരുത്തിൻ മകനൊന്നൊരു ദിനം നിന്നാനിടങ്കാൽ സുയോധനൻ തന്നുടൽ തന്മേൽ കയറ്റി വച്ചങ്ങനെ ഞാനതിൽ കണ്ടീല തെല്ലുമേ ധർമ്മവിലംഘനം. തേരിൽ കരേറി നിന്നല്ലാതെ ആഹവമേതും നടത്തിയിട്ടില്ലാത്ത ഞാൻ വെറും മണ്ണിൽ നിലക്കൊണ്ടവർക്കു നേർക്കും ശരമെയ്യുവാൻ നൽകിയ അനുജ്ഞ അതെങ്ങനെ. അന്നു ജരാസന്ധനെ കൊല്ലുവാൻ ഭീമനൊട്ടും കഴിയാതെ വന്ന നേരത്ത് ഒരു പച്ചില കീറി മറിച്ചിട്ടു കാട്ടിനെ ഹൃത്തിലധർമ്മചിന്തക്കിടമെന്നിയേ. പാർത്ഥനു നേർക്കായി വരും ഭഗദത്തന്റെ നാരായണാസ്ത്രം തടുക്കുവാൻ അമ്പിന്റെ മാർഗത്തിലേക്കങ്ങു മാറി നിന്നേ. ധർമ്മമേതുള്ളു സാരഥി അസ്ത്രം തകർത്തതിൽ.
ദുര്യോധനൻ തൻ നിധനമസാധ്യമാണെന്നറിഞ്ഞാകവേ ഭീമൻ തളരവേ മർമ്മം തെളിച്ചു കാട്ടാനായി തുടയ്ക്കുമേലൊന്നു താളം തട്ടി ധർമ്മമെങ്ങെങ്ങതിൽ. നിഷ്പക്ഷനായിരിക്കേണ്ട തേരാളി ഞാൻ എത്രയോ വട്ടം സുദർശനം വീശിയ തേരുവിട്ടാവേശബാധിതനെന്ന പോൽ ചാടിയിറങ്ങി. അതൊക്കെയും ധർമ്മമോ? നിശബ്ദനായി നിൽപ്പാടു നീയെങ്കിലും എത്രയോ ചോദ്യങ്ങൾ നിന്റെ മൗനത്തിന്റെ തോടു പൊട്ടിക്കാൻ കുതറുന്നതായി ഞാൻ ഏറ്റമറിയുന്നു നീ മുന്നിൽ നിൽക്കവേ. ഇല്ലെനിക്കും നിന്നുമുത്തരം ആകയാൽ എന്നോടു തന്നെ ഞാൻ ചോദിക്കയാണിന്നിതൊക്കെയും. ഉത്തരമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല ചോദ്യങ്ങളും. ഉത്തരമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല ചോദ്യങ്ങൾ.